പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അമ്മ മാതാവിന്റെ മാധ്യസ്ഥത്തിലും മാതൃകയിലും സംരക്ഷണത്തിലും ആയിരിക്കുവാൻ, അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ, അമ്മയുടെ ശക്തമായ ഇടപെടല് സ്വന്തമാക്കുവാൻ ഭാഗ്യം ചെയ്ത മക്കളാണല്ലോ ഞങ്ങൾ ഓരോരുത്തരും. അമ്മയോട് ചേർന്ന് ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും കുടുംബങ്ങളെയും എല്ലാ നിയോഗങ്ങളോടും കൂടി അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ സഹായം അപേക്ഷിച്ച ഒരുവൻ പോലും ഉപേക്ഷിക്കപ്പെട്ടതായി കേട്ടിട്ടില്ല എന്ന അടിസ്ഥാന സത്യത്തില് ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിയോഗങ്ങളെയും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിശക്തമായ ദൈവിക ഇടപെടല്, സ്വർഗത്തിന്റെ സഹായം, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായ മാതാവിന്റെ മധ്യസ്ഥത്തില് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും അനുഭവിക്കാൻ ഇടയാകുമാറാകട്ടെ. ഇതിനായിട്ട് മാതാവിന്റെ മധ്യസ്ഥത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. അതിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അനേക മക്കൾ ഈ ദിവസങ്ങളിൽ മക്കൾക്ക് ലഭിച്ച വിജയം, ഉന്നതമായ വലിയ വിടുതല്, സൗഖ്യം, അതോടൊപ്പം ഇന്റർവ്യൂ പാസ്സായി, പരീക്ഷ പാസ്സായി അനേക മക്കള് നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് വിളിക്കുകയും അത് സാക്ഷ്യപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞ് പലരും പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, എല്ലാവരെയും ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് നമ്മുടെ മക്കളുടെ ജീവിതത്തില്, പഠനത്തില്, ജോലിയില്, ബിസിനസ്സില്, കുടുംബത്തില്, എല്ലാ നിയോഗങ്ങളിലും ദൈവം അതിശക്തമായി ഇടപെടുന്ന അനേകം സാക്ഷ്യങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം ഓർത്ത് നന്ദി പറയുന്നു. നമുക്ക് കർത്താവിനെ സ്തുതിച്ച് നന്ദി പറയാം. അതോടൊപ്പം തന്നെ എല്ലാ മക്കളെയും ഇനിയും എല്ലാ മക്കളുടെ കാര്യത്തിലും കർത്താവ് ഇടപെടും. അതിനുവേണ്ടിയൊക്കെ നിരന്തരമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇന്നലെ നമ്മുടെ 2ാം ശനിയാഴ്ച കൺവെൻഷൻ അതിശക്തമായ അഭിഷേകത്തോടെ കാർമൽ ധ്യാന കേന്ദ്രത്തില് നമ്മള് കർത്താവ് അനുഗ്രഹിച്ചൊരുക്കി. നമുക്ക് പ്രതി നന്ദി പറയാം. അനേകം മക്കളാണ് ഈ അടുത്ത കാലങ്ങളിലൊക്കെ വരാത്ത വിധത്തില് അനന്തമായ സ്നേഹത്തോടെ, ഉണർവോടെ, വലിയ ദാഹത്തോടെ ദേവാലയം നിറഞ്ഞ് കവിഞ്ഞ് ആളുകൾ വന്നുകൂടി. അതിൽ പലരും നിങ്ങളൊക്കെയാണ്. നമ്മുടെ ഈ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അനേക മക്കള് നമ്മുടെ 2ാം ശനി കൺവെൻഷൻ ധ്യാനങ്ങൾ നമ്മുടെ ഈ മാസം 15 മുതൽ 17 വരെയും 29 മുതൽ 31 വരെയും 2 ധ്യാനങ്ങൾ, വാരാന്ത്യ ധ്യാനങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടി മിക്കവാറും ഒത്തിരിയേറെ മക്കൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അനേക മക്കൾ കടന്നു വരുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവമക്കളുടെ അടിസ്ഥാനത്തിൽ ഉറപ്പിക്കുന്നു, ശക്തീകരിക്കപ്പെടുന്നു, പൈശാചിക സ്വാധീനങ്ങളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് വിടുതൽ പ്രാപിക്കുന്നു. കർത്താവിനെ കുറിച്ച് മനഃശക്തി നിറച്ചെടുക്കുന്നു. ഭയങ്കര അനുഭവമാണ് മക്കളെ. നിങ്ങൾ എല്ലാവരെയും അതിലേക്ക് വിളിക്കുന്നു, ക്ഷണിക്കുന്നു. ഇനിയും അഭിഷേകത്തോടെ നമ്മുടെ ദൈവിക ശുശ്രൂഷ, ആത്മരക്ഷയ്ക്ക് വേണ്ടി, സ്വർഗരാജ്യത്തിന് വേണ്ടി അനേകം മക്കള് ആലയത്തിലേക്ക് ശുശ്രൂഷയിലേക്കും കടന്നു വരട്ടെ. നിങ്ങൾ ഈ ശുശ്രൂഷ അനേക മക്കൾക്ക് പകർന്നു കൊടുക്കണം. നമ്മള് ഈ 27-ാം തീയതി 1 വർഷം മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മള് ആവുകയാണ്. കഴിഞ്ഞാൽ ഉടൻ തന്നെ പുതിയ പുതിയ മേഖലകൾ കർത്താവ് നമുക്ക് തുറന്നു തരുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, മക്കൾക്ക് വേണ്ടി നിരന്തരമായ പ്രാർത്ഥനയിലൂടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം നമ്മെ വിളിക്കുന്നു, കൂട്ടിച്ചേർക്കുന്നു. അതുകൊണ്ട് തന്നെ ശുശ്രൂഷയിലേക്ക് എല്ലാ മക്കളെയും പങ്കെടുപ്പിക്കുക. നമ്മളെല്ലാവരും പങ്കെടുക്കുന്നവര് സ്ഥിരമായിട്ട് പങ്കെടുക്കണം. കുറെ പേരൊക്കെ വിട്ടുപോകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്, ഞാൻ നോക്കുന്നുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കാതെ കൂടുതൽ ഉണർവോടെ അനേക കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് കൃപയിൽ വളരട്ടെ നമ്മുടെ പ്രാർത്ഥനയും ശുശ്രൂഷകളും ഒക്കെ. ഇന്ന് നമ്മള് എടുത്തിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം
2-ാം അധ്യായത്തിന്റെ 21 മുതൽ തിരുവചന ഭാഗമാണ്. അവിടെ പരിശുദ്ധ അമ്മയും യൗസേപ്പ് പിതാവും ഉണ്ണീശോയെ ദേവാലയത്തിൽ സമർപ്പിച്ച് പരിച്ഛേദന കർമ്മം ചെയ്ത് സഭയുടെ അല്ലെങ്കിൽ ദേവാലയത്തിന്റെ മോശയിലൂടെ നൽകപ്പെട്ട നിയമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ശുദ്ധീകരണത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ദൈവം കൽപ്പിച്ചത് ഈ തിരുക്കുടുംബം അവിടെ പൂർത്തിയാക്കണം. ദേവാലയ ബന്ധം, ദേവാലയ നിയമങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കൂദാശകൾ എന്ന് പറഞ്ഞാൽ അന്ന് കൂദാശയില് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തികള്, പരിച്ഛേദനത്തിന് വേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം ശുദ്ധീകരണത്തിന് വേണ്ട എല്ലാ നിയമങ്ങളും പൂർത്തീകരിക്കണം. ഇതൊക്കെ നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ ഒക്കെ ഒന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണം. കാരണം ദേവാലയത്തിൽ നിന്ന് ലഭിക്കുന്ന കൃപയും ദൈവം ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളും അതിന്റെ പൂർണ്ണതയിൽ ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ മക്കളിലേക്ക് ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ചൈതന്യം നിറയപ്പെടും. നമുക്കറിയാം, തിരുക്കുടുംബത്തിന് ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല. ദൈവം തന്നെയാകുന്ന ഈശോ, ദൈവമാതാവാകുന്ന പരിശുദ്ധ അമ്മ, കൃപ നിറഞ്ഞ ഈശോ വളർത്ത പിതാവായ യൗസേപ്പ് പിതാവ്, ആ തിരുക്കുടുംബത്തിന്റെ കൃപയുടെ നിറവിൽ ഈ ദേവാലയത്തിൽ ഒരു നിയമങ്ങളും പാലിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതെല്ലാം നൽകിയവനാണ് ദൈവം, മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി. ആ ദൈവം തന്നെ, ഈ ദൈവത്തിന്റെ സ്വന്തമായ ഈ കുടുംബം തന്നെ ഈ ഒരു മാതൃക നൽകുമ്പോ അതെന്തുമാത്രം പ്രാധാന്യപ്പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുമ്പോ, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ദേവാലയം വിട്ടുപോകുന്ന മക്കള് ദേവാലയത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത്, കൂദാശകൾ പരിക്രമം ചെയ്ത്, കുമ്പസാരിച്ച്, വിശുദ്ധ കുർബാന സ്വീകരിച്ച്, കൂദാശയിലൂടെ ദൈവം പറഞ്ഞ നിയമങ്ങൾ പൂർത്തീകരിച്ച് അത് ചൈതന്യത്തോടെ, ഇവിടെ തിരുക്കുടുംബം പറഞ്ഞ പോലെ ചെയ്യാണ്, ചൈതന്യത്തോടെ, ഒരു കുറവില്ലാണ്. ഓർത്തേക്ക്, ഈശോയെ പരിച്ഛേദന ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? എന്നാലും നിയമത്തെ പൂർത്തീകരിച്ചുകൊണ്ട് ആ പരിച്ഛേദന കർമ്മം സ്വന്തമായി ഏറ്റെടുത്തുകൊണ്ട് അവിടെ രക്തം ചിന്തി കർത്താവ് നിയമത്തെ പൂർത്തീകരിക്കണം. ഇതുപോലെ നമ്മൾ, നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ മക്കളും ഒക്കെ ദേവാലയ ബന്ധം, കൂദാശ ബന്ധം, ഇന്ന് അതിൽ നിന്ന് അകന്നു പോകാൻ ഒത്തിരി കാരണങ്ങൾ പറയാനുണ്ട് നമുക്ക്. സഭയിലെ പ്രശ്നം, കുർബാന പ്രശ്നം, അച്ചമാർത്ഥമായ വഴക്ക്, സമരം, ദേവാലയത്തിലെ ഭിന്നത, ഇതൊക്കെ നമുക്ക് പറയാനുണ്ട്. ഇതൊക്കെ പിശാച് ദേവാലയത്തിൽ നിന്ന് അകറ്റാനുള്ള പ്രവൃത്തികൾ ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഏതവസ്ഥയിലും നമ്മുടെ ദേവാലയം, നമുക്ക് പാരമ്പര്യമായി ലഭിച്ചിരിക്കുന്ന ദേവാലയ നിയമങ്ങള്, കൂദാശകള്, അതിന് ചൈതന്യം, അതിന് വലിയ വിലയുണ്ട്, അതിന് വലിയ പ്രാധാന്യമുണ്ട്. അതിനെ നശിപ്പിക്കാന്നുള്ള പിശാചിന്റെ പ്രവൃത്തിയെ, ഈ പിശാചിന്റെ പ്രവൃത്തി അറിയാൻ പാടില്ലാത്ത നമ്മുടെ സഭാധികാരികളും വൈദികരും ചില ആത്മായ നേതൃത്വവും ഒക്കെ ഈ പിശാചിന് വിട്ടുകൊടുത്തു എന്നുള്ള സത്യമാണ്. എന്നാൽ മക്കളെ, ഞാൻ എപ്പോഴും പറയും, ഇതുമായി ബന്ധപ്പെട്ട് അനേകം പേര് സംസാരിക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങളുടെ ദേവാലയത്തിൽ ഏത് കുർബാന അർപ്പിക്കുന്നത് നിങ്ങളത് പങ്കെടുക്കുക, വിശുദ്ധ കുർബാന സ്വീകരിക്കുക, കൂദാശകൾ പരിക്രമം ചെയ്യുക. നമുക്ക് ദൈവം തന്ന കൂദാശ, ദേവാലയം, ശുശ്രൂഷകൾ നമ്മൾ സ്വീകരിക്കുക. അതിന്റെ പേര് നമ്മൾ വഴക്കടിക്കാനോ മല്ലടിക്കാനോ വാശി പിടിക്കാനോ ഒന്നും പോകേണ്ട കാര്യമില്ല. അതിന്റെ വഴിക്ക് പോട്ടെ. ഞാൻ പറഞ്ഞു വരിക, നമ്മളിന്ന് പ്രാർത്ഥിക്കേണ്ട വലിയൊരു കാര്യമാണ്. ഇന്നത്തെ സാഹചര്യത്തിലും അതോടൊപ്പം തന്നെ ലോകത്തിന്റെ പിന്നാലെ പോയി ദൈവത്തെ വിട്ടു പോകാന്നുള്ളത് എല്ലാ മനുഷ്യന്റെ ഒരു പ്രകൃതി പോലെ തോന്നാണ്. ഇതിൽ നടന്നു പോയ മക്കളെ അറിയുന്നു. നമ്മുടെ മക്കളെ സമർപ്പിക്കാം, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം, ജീവിത പങ്കാളി മക്കള്. ചിലപ്പോൾ നമ്മുടെ ജീവിതങ്ങളൊക്കെ അങ്ങനെ കായി പോകുന്നുണ്ട്. അതുകൊണ്ട് മാതാവിന്റെ മധ്യസ്ഥത്തില്, തിരുക്കുടുംബത്തിന്റെ ഈ പൂർണ്ണതയില് ദേവാലയ നിയമത്തെ പൂർത്തീകരിച്ച ആ അഭിഷേകത്തിന്റെ ശക്തിയില് ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളുടെ മക്കളും ദേവാലയ ബന്ധത്തില്, കൂദാശ ബന്ധത്തില്, അതിലൂടെ ദൈവബന്ധത്തില് ആഴപ്പെട്ട് വചനത്തിനും നിയമത്തിനും കൽപ്പനകൾക്കും അതുപോലെ പ്രാധാന്യം കൊടുത്ത് ചൈതന്യത്തോടെ കൂദാശകൾ സ്വീകരിച്ച് ദൈവകൃപയിൽ ദൈവബന്ധത്തിൽ വളരാൻ വേണ്ട അനുഗ്രഹത്തിനു വേണ്ടി തിരുക്കുടുംബത്തിന്റെ മാധ്യസ്ഥത്തില് മാതാവിന്റെ പ്രത്യേകമായ സാന്നിധ്യ ഇടപെടലില് നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കട്ടെ. അങ്ങനെ പള്ളി വിട്ടുപോയ മക്കള്, കൂദാശ വിട്ടുപോയ മക്കള്, ദേവാലയ ബന്ധം വിച്ഛേദിച്ചു കൊണ്ടുപോയ അനേക മക്കള് ദേവാലയത്തിലേക്കും കൂദാശകളിലേക്കും ദേവാലയ ശുശ്രൂഷകളിലേക്കും അതിലൂടെ ദൈവത്തിലേക്കും എടുക്കട്ടെ. അനേകം മക്കൾ പറയാറില്ലേ, 10ാം ക്ലാസ് വരെ എന്റെ കൊച്ച് പള്ളി, കൂദാശ, പ്രാർത്ഥന ഇതിലൊക്കെയായിരുന്നു, കഴിയുമ്പോ വിട്ടുപോയി. അതിലൂടെ നശിച്ചുപോയ അനേക മക്കളുടെ സംഭവങ്ങളും ചരിത്രങ്ങളും കഥകളും സത്യമായ അനുഭവങ്ങളും ഇഷ്ടംപോലെ
ദൈവികാന സന്നദ്ധയിൽ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ മക്കളെയും ദേവാലയ ബന്ധത്തിൽ ഉറപ്പിച്ച് ദൈവകൃപയിൽ ദൈവബന്ധത്തിൽ അനുഗ്രഹിച്ചു വളർത്തട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ വലിയ സ്നേഹവും അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ കരുണയും എത്രയോ വലുതാണെന്ന് ഓരോ ദിവസവും ഞങ്ങൾ അനുഭവിച്ചറിയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തില്, ഞങ്ങളുടെ കൂട്ടായ്മയുടെ നിയോഗങ്ങളില് അതിശക്തമായി ഇടപെട്ടുകൊണ്ട് അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ അങ്ങയുടെ ശക്തിയും ഇടപെടലും ഞങ്ങൾക്ക് സ്ഥിരീകരിച്ചു തന്നുകൊണ്ട് അനേക മക്കളിലേക്ക് ചൊരിയുന്ന കൃപകളെയോർത്ത്, അനുഗ്രഹങ്ങളെയോർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ട മേഖലകൾ ഓരോ ദിവസവും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന്, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ അമ്മ മാതാവിന്റെ തിരുക്കുടുംബത്തിന്റെ മാതൃകയും വലിയ പ്രവൃത്തിയും ഒക്കെ സ്വന്തമാക്കാൻ, അതിലൂടെ കൃപ സ്വീകരിച്ച് ശക്തി പ്രാപിക്കുവാൻ ഈശോയെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. പ്രത്യേക കർത്താവേ, ഇന്ന് ഞങ്ങൾ കണ്ടു തിരുക്കുടുംബത്തിന്റെ ദേവാലയ സമർപ്പണം. ഈശോയെ, അങ്ങയുടെ പരിച്ഛേദനം, പരിശുദ്ധമ്മ ശുദ്ധീകരണത്തിന് ഒരു ആവശ്യമില്ലാതിരുന്നിട്ട് പോലും നിയമത്തെ പൂർത്തീകരിച്ചുകൊണ്ട് കൃപ നിറഞ്ഞ അമ്മ, ജന്മപാപമില്ലാതെ ജനിച്ച അമ്മ, കന്യകയായ അമ്മ ശുദ്ധീകരണത്തിന്റെ നിയമങ്ങൾ അനുഷ്ഠിച്ചു. അങ്ങനെ ദേവാലയത്തോട്, ദൈവിക നിയമങ്ങളോട് വലിയ പ്രാധാന്യം കൊടുത്തു. കർത്താവേ, ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കുടുംബങ്ങളും ദേവാലയത്തോടും ദൈവിക നിയമങ്ങളോടും ദൈവവചനത്തോടും കൽപ്പനകളോടും അതോടൊപ്പം ദൈവത്തോടുമുള്ള ആഴമായ ബന്ധത്തില് വളരുവാൻ കൃപ നൽകണമേ. ഇന്ന് ദേവാലയം വിട്ടുപോയിരിക്കുന്ന മക്കള്, ഉദാശകൾ വിട്ടകന്നിരിക്കുന്ന മക്കള്, പ്രാർത്ഥനയില്ലാത്ത മക്കള്, ദേവാലയത്തിന്റെ ഉദാശകൾക്ക് വിലയില്ലാത്ത ജീവിതത്തിൽ പ്രവർത്തിക്കുന്നവര്, അതുപോലെ ബന്ധപ്പെട്ട വൈദികര്, സന്യസ്തര്, അഭിബന്ധ പിതാക്കന്മാര്, ഞങ്ങളുടെ കുടുംബാംഗങ്ങള്, അൽമായ നേതൃത്വങ്ങള്, സഭയിലെ ഭിന്നത, ഇടവകയിലെ വഴക്ക്, അതിന്റെ കാരണങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ശക്തമായ ഇടപെടല് ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ, ഇടവകകളിൽ ഉണ്ടാകട്ടെ, ഞങ്ങളുടെ മക്കളിൽ ഉണ്ടാകട്ടെ. ചൈതന്യം നഷ്ടപ്പെടാതെ അങ്ങ് നൽകിയിരിക്കുന്ന കൂദാശകള്, ദൈവിക നിയമങ്ങള്, കൽപ്പനകള്, ചട്ടങ്ങള് പാലിച്ചുകൊണ്ട് ജീവിക്കാൻ കർത്താവേ ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ. ഉന്നതമായ അഭിഷേകത്തിന് വേണ്ടി തിരുക്കുടുംബത്തിന്റെ മധ്യസ്ഥത്തില് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഏറ്റവും എളിമയോടെ വലിയ ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അകന്നു പോയ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദേവാലയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ. ചെറുപ്പത്തില് കർത്താവേ, 10ാം ക്ലാസ് വരെയൊക്കെ അങ്ങയോട് ചേർന്ന് നിന്ന മക്കളാണ് കർത്താവേ ഞങ്ങളുടെ മക്കളിൽ പലരും, ഭൂരിഭാഗം മക്കളും. എന്നാൽ പടി വിട്ടുപോയി, ദേവാലയം വിട്ടുപോയി, ഉദാശ വിട്ടകന്നു, തിന്മയേറി പിശാച് പിടിച്ചു, ലോകാരൂപി കീഴ്പ്പെടുത്തി നശിച്ചു പോയ മക്കള് കർത്താവ് വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേവാലയത്തോട് പുനരൈക്യപ്പെടുത്തണമേ, ഉദാശകളോട് ഐക്യപ്പെടുത്തണമേ. അതിലൂടെ ഈശോയെ അങ്ങയോടും സ്വർഗത്തോടും ഞങ്ങളുടെ മക്കളെ ചേർത്ത് പിടിക്കണമേ. ഉന്നതമായി ഈ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ, കുഞ്ഞുമക്കളെ, യുവമക്കളെ എല്ലാവരെയും ദൈവികാന സന്നദ്ധിയില് മാതാവിന്റെയും യൗസപിതാവിന്റെയും തിരുക്കുടുംബത്തിന് നിറസാന്നിധ്യത്തില് സമർപ്പിച്ചുകൊണ്ട് ഈ അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് ഈശോയെ ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബത്തെയും ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം ഈ അവസ്ഥയിൽ വേദനിക്കുന്ന എല്ലാ നമ്മുടെ കൂട്ടായ്മയിലുള്ള എല്ലാ മക്കൾക്കും വേണ്ടി കൂടി പ്രാർത്ഥിക്കണേ. എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ.
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, ദിവ്യവരങ്ങൾ ചൊരിഞ്ഞ്, കൃപകൾ ചൊരിഞ്ഞ് ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും ദേവാലയ ബന്ധത്തില്, ഉദാശ ബന്ധത്തില്, അതിലൂടെ അങ്ങയുമായി ആഴമായ ബന്ധത്തിൽ ഉറപ്പിക്കണമെന്ന് തിരുക്കുടുംബത്തിന്റെ മാധ്യസ്ഥത്തില് അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവേ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, കൃപ ചൊരിയണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ വലിയ ശക്തി, വലിയ അഭിഷേകം, ഈ ഒരു അഭിഷേകത്തിനായിട്ട് അങ്ങയുടെ ആഴമായ ബന്ധത്തില്, ദേവാലയ ബന്ധത്തില് ഞങ്ങളുടെ മക്കളും കുടുംബങ്ങളെല്ലാം നിറയപ്പെടാനും വളരാനും വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു.